യൂറോളജിയിലാണ് 3 യൂണിറ്റ് ഉണ്ട്. ഈ 3 യൂണിറ്റിൽ ഒന്ന് HODയുടെ യൂണിറ്റ്, മറ്റ് 2 ഡോക്ടർമാർ. ഇവരൊക്കെ യൂണിറ്റിനെ ഒരു സാമ്രാജ്യമാക്കി മാറ്റുകയാണ്. ഈ സാമ്രാജ്യമാക്കി മാറ്റുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് പൊതുവായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപകരണങ്ങൾ ഓരോ വ്യക്തിയും അവരുടെ ഓഫീസുകളിലോട്ട് മാറ്റുന്നു. ആ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രോബുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായത്. ആ പ്രോബ് മറ്റൊരു ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ഉള്ള ക്ലാരിഫിക്കേഷൻ പിന്നീട് വന്നത് അദ്ദേഹം സ്വന്തമായിട്ട് വാങ്ങി വെച്ച ഉപകരണമാണെന്ന്. പക്ഷേ നമുക്കറിയാം എത്ര ഉപകരണങ്ങൾ വാങ്ങുന്നു എന്ന് രേഖയുണ്ട്, എത്ര ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് രേഖയുണ്ട്. ഇതെല്ലാം തന്നെ രേഖകളിലുള്ള, ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല. അപ്പോൾ തോന്നിയ പോലെ ഡോക്ടർമാർ സ്വന്തമായി വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. മുമ്പ് തന്നെ ഒരു HOD ഇതുപോലെ തന്നെ PFൽ നിന്ന് ലോൺ എടുത്ത് ഉപകരണം വാങ്ങിച്ചു, അദ്ദേഹം ചികിത്സിച്ചു, അദ്ദേഹം റിട്ടയർഡ് ആയപ്പോൾ അദ്ദേഹം കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിന് നാഥനില്ല കളരിയായി മാറി. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാർ സ്വന്തമായിട്ട് സാധനം വാങ്ങുന്നതിലും ഒരു നിയമപ്രശ്നമുണ്ട്. ഏതെങ്കിലും ലോക്കൽ സാധനം വാങ്ങി അതിനകത്ത് ഉപയോഗിച്ചാൽ ആ ഉപകരണം ലക്ഷങ്ങൾ വിലയുള്ളതാണ്. 30, 40, 50 ലക്ഷം വിലയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉപകരണങ്ങൾ അതിന്റെ കൃത്യമായ കാലാവധി തികയ്ക്കാൻ പറ്റാതെ നശിക്കുകയാണ്. കാര്യം 10,000 രൂപയുടെ ഒരു ഉപകരണം ഇതിൽ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടത് 1000 രൂപയ്ക്ക് വ്യാജ ഉപകരണം കിട്ടുകയാണ്. ഈ വ്യാജ ഉപകരണം ഇട്ട് ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ 2 തരത്തിൽ ദോഷം വരുന്നു. ഒന്ന്, മിഷ്യന്റെ കാലാവധി തികയ്ക്കാൻ കഴിയുന്നില്ല. 2, ഇത് ഉപയോഗിക്കുമ്പോൾ രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഈ ഉപകരണങ്ങളിൽ ലോക്കലായിട്ടുള്ള ഉപകരണങ്ങൾ, വ്യാജ ഉപകരണങ്ങൾ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ഈ മിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട വാറന്റിയോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നും, അത് രോഗികൾക്ക് റേഡിയേഷൻ പോലെയുള്ള ചികിത്സ നൽകേണ്ട ആ രോഗികൾക്ക് ഷോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രോഗികളുടെ ജീവനും അപകടമാണ്, അതുപോലെ തന്നെ ഉപകരണത്തിനും അത് വളരെയധികം ദോഷം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവരോടൊപ്പം സഹപ്രവർത്തകനായിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച മറ്റു മെഡിക്കൽ കോളേജിലെ അവരുടെ കാറ്റഗറിയിലും താഴെ വരുന്നവരല്ല ഇത് അന്വേഷിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇത് പരിശോധിച്ച് മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം.